ഇനി നമുക്ക് 16th ക്വസ്റ്റ്യൻ നോക്കാം. അത് പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. May 2nd, purchased from ABC Traders Kannur. 50 water bottles at the rate of rupees 120 each. അപ്പോൾ നമുക്ക് 6,000 എന്ന് കിട്ടും. 100 notebooks at the rate of rupees 40 each, 4,000. Then 60 umbrellas at the rate of 280 each, 16,800. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 26,800. അതിന്റെ 15% ഡിസ്കൗണ്ട് നമുക്ക് കുറയ്ക്കണം. അപ്പൊ 15% കാണുമ്പോൾ 4,020 കിട്ടും. ഇപ്പൊ 26,800 നിന്ന് 4,020 ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ 22,780 കിട്ടും. ഇനി നമുക്ക് May 8 പർച്ചേസ്ഡ് ഫ്രം ഗയ ട്രേഡേഴ്സ് കണ്ണൂർ. അപ്പൊ നമ്മൾ ഗയ ട്രേഡേഴ്സ് എഴുതി. 40 സ്കൂൾ ബാഗ്സ് അറ്റ് ദി റേറ്റ് ഓഫ് rupees 350. അപ്പൊ 40 into 350, 14,000. 80 റെയിൻകോട്ട്സ് അറ്റ് ദി റേറ്റ് ഓഫ് rupees 100. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8,000 കിട്ടും. ടോട്ടൽ 22,000. അതിന്റെ 10% ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പൊ 22,000 നിന്ന് 2,200 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 19,800 കിട്ടും. അപ്പൊ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. Then next question number 17. നമ്മളോട് complete the following table with regard to bank reconciliation statement. ബാലൻസ് ഓഫ് ക്യാഷ് ഓർ പാസ്ബുക്ക് തന്നിട്ടുണ്ട്. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. പാസ്ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ ആണ്, കാരണം അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഫേവറബിൾ ആണ്. നെക്സ്റ്റ്, ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, അത് ഫേവറബിൾ ആണ്, അത് ഡെപ്പോസിറ്റ് ബാലൻസ് ആണ്. Question number 18. Read the following statements and state whether they are true or false. First one, creating provision for non-liabilities. ഇപ്പോൾ നോൺ ലയബിലിറ്റീസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പറയാം പ്രൊവിഷൻ എന്നാണ്, അത് ട്രൂ ആണ്. സെക്കൻഡ് വൺ, ക്രിയേറ്റിംഗ് റിസർവ് ഫോർ അൺനോൺ ഇവന്റ്സ്. അൺനോൺ ഇവന്റ്സിന് വേണ്ടി മാറ്റിവെക്കുന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്നത് റിസർവ് എന്ന് തന്നെയാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നോൺ ലയബിലിറ്റീസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് പ്രൊവിഷൻ ആണ്, അൺനോൺ ഇവന്റ്സിന് വേണ്ടി മാറ്റിവെക്കുന്നതിനെയാണ് റിസർവ് എന്ന് പറയും. Then next question, 19th. Name the accounting term mentioned in the following. Deduction given at the time of sale, usually based on quantity purchased. ഇപ്പൊ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്ത് അനുവദിക്കുന്ന ഡിസ്കൗണ്ട് ആണ് ഇത്, ട്രേഡ് ഡിസ്കൗണ്ട്. സെക്കൻഡ് വൺ, എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്, പ്രോഫിറ്റ്. തേർഡ് വൺ, economic resources owned by a business that are expected to provide future benefits. Capital expenditure ആണ് ആൻസർ. Then next 4 marks question ആണ് 20th question. അവിടെ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആ മെഷീനറി, ആ ഒരു അഡീഷണൽ മെഷീനറി കൂടി വീണ്ടും വാങ്ങി, അത് സെയിൽസ്, അതിന്റെ ഡിപ്രീസിയേഷൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. Then next question നോക്കാം. Question number 21. ABC Limited has a balance of rupees 2,000 as per passbook on 31st March 2024. However, the balance as per cash book നമുക്ക് തന്നിട്ടുണ്ട് 2,610. ഇപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രിപ്പയർ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വിത്ത് പാസ്ബുക്ക് ബാലൻസ് ആസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പാസ്ബുക്ക് ബാലൻസ് നിന്നാണ്. അപ്പൊ ഒരൈറ്റം എങ്ങനെ വരും നോക്കാം. ചെക്ക് ഓഫ് ₹500 വാസ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് പ്രോസസ്ഡ് ബൈ ബാങ്ക്, അത് നമുക്ക് ആഡ് ചെയ്യണം. സെക്കൻഡ് വൺ, ബാങ്ക് ചാർജസ് ₹60 റെക്കോർഡഡ് ഇൻ പാസ്ബുക്ക് ബട്ട് നോട്ട് ഇൻ ക്യാഷ് ബുക്ക്, അതും ആഡ് ചെയ്യണം. നെക്സ്റ്റ് ഐറ്റം, ചെക്ക് വർത്ത് ₹300 were issued but not presented, ലെസ് ചെയ്യേണ്ട ഐറ്റം. ബാങ്ക് ഇൻട്രസ്റ്റ് ഓഫ് ₹150 was recorded in passbook but not in cash book, അതും ലെസ് ചെയ്യേണ്ട ഐറ്റം. പേയ്മെന്റ് ഓഫ് ചെക്ക് ₹500 is recorded twice in passbook, അത് നമുക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. Then next question. Question number 22. നമ്മളോട്
തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, താഴെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഷോ ദി അബോവ് അഡ്ജസ്റ്റ്മെന്റ്സ് അഫക്ട് ദി പ്രോഫിറ്റ് ആൻഡ് കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ്. ഇപ്പോൾ ഓരോ ഐറ്റം എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. നമുക്ക് അഡ്ജസ്റ്റ്മെന്റിന് മുൻപുള്ള പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത് 40,000. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് തന്നിട്ടുണ്ട് 5,000, അത് നമുക്ക് ഡിഡക്ട് ചെയ്യണം. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഉണ്ട്, 1,500 ആഡ് ചെയ്യണം. അക്രൂഡ് ഇൻകം 2,000, അത് ആഡ് ചെയ്യേണ്ട ഐറ്റം. ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി 3,000 ലെസ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ 8,000 ലെസ് ചെയ്യണം, 3,500 ഈ 40,000 കൂടെ ആഡ് ചെയ്യണം. ആ കിട്ടുന്ന ആൻസർ ആണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ക്വസ്റ്റ്യൻ നമ്പർ 23 പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. 4 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മളോട് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, മെയിൻറ്റെയിൻസ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, calculation of profit, reveal financial position, give informations to users. Then question number 24, read the following cases. A businessman buys a machinery for ₹50,000 and records it on the balance sheet at ₹50,000 regardless of any changes in market value. മാർക്കറ്റ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് ആണ്. വാങ്ങിയ വിലയ്ക്ക് തന്നെ അത് റെക്കോർഡ് ചെയ്യുന്നു. Second case, when the owner invests cash ₹10,000 into business, it affects two accounts, cash account and capital account. ഇത് നമുക്കിവിടെ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. Question number 25, classify the following under the headings journal and ledger. Next question 25, classify the following under the headings journal and ledger. First one, book of second entry, answer ledger. Initial recording of transactions, journal. Detailed chronological record of transactions, journal. Summarized record of transactions, ledger. Contains description of transactions, journal. Contains number or description of transaction. Number ഉൾപ്പെടുന്ന ജേണലിലും ഉണ്ട്, ലെഡ്ജറിലും ഉണ്ട്. Records both debit and credit aspect, journal. Separate debit and credit side ഉള്ളത് ledger ആണ്. Then question number 26. Some accounting errors are given below. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് identify and write the type of error mentioned in each of the above cases and rectify the above errors. First one, purchased goods on credit from Maya Traders ₹2,500 posted to Maya Traders at ₹500. ഇപ്പൊ 2,500 500 എന്നാണ് റെക്കോർഡ് ചെയ്തത്. എറർ ഓഫ് കമ്മീഷൻ ആണ്. Then purchase of machinery ₹8,000 has been entered in purchase book. മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ മെഷീനറി അക്കൗണ്ടിൽ എഴുതുന്നതിന് പകരം പർച്ചേസ് ബുക്കിൽ എഴുതി, എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. നെക്സ്റ്റ് വൺ, paid wages 3,000 were not recorded, error of omission. Purchase book undercast by ₹1,000, error of commission ആണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രീസ് വരുന്നത് ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മായ ട്രേഡേഴ്സ്. ജേണൽ എൻട്രി വരിക, പർച്ചേസ് അക്കൗണ്ട് ഡേറ്റഡ് ടു മായ ട്രേഡേഴ്സ്, എമൗണ്ട് എഴുതേണ്ടത് 2,000. Second one, purchase of machinery 8,000 has been entered in purchase book. നമുക്ക് ജേണൽ എൻട്രി വരിക, machinery account dated to purchase account 8,000. Third one, paid wages 3,000 were not recorded, wages account dated to cash. Next question, purchase book undercast by ₹1,000. നമുക്ക് ജേണൽ എൻട്രി വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡേറ്റഡ് ടു സസ്പെൻസ് അക്കൗണ്ട്, എമൗണ്ട് 1,000 കൊടുക്കണം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 27 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കിട്ടാം 22,000, ബാങ്ക് ബാലൻസ് കിട്ടുന്നത് 24,700 ആണ്, ബാലൻസ് ക്യാരി ഡൗൺ കിട്ടുന്നത്. ഇതിന്റെ ആൻസർ ചെയ്തത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 28,
പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഐറ്റം എവിടെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ്, ക്യാഷ് അസറ്റ് സൈഡ്, റെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്, ഫർണിച്ചർ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്, ഡെപ്റ്റേഴ്സ് അസറ്റ് സൈഡ്, ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി, സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ്, ഇലക്ട്രിസിറ്റി ചാർജസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ്, ജനറൽ എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ്, ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന് കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്, ഗ്രോസ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്. അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കാം. ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമുക്ക് കാണിക്കണം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഫർണിച്ചറിൽ നിന്ന് കുറയ്ക്കണം. സെക്കൻഡ് വൺ, റെന്റ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഡെബിറ്റ് സൈഡിൽ റെന്റ് 2500 കൂടെ 1500 ആഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഇത് എഴുതണം. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റില് സാലറി 3000 കൂടെ 500 ആഡ് ചെയ്യുക. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ 500 കൊടുക്കുക. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്, ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഓൺ ഡെപ്റ്റേഴ്സ് 10%. നമുക്ക് ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് 9500 തന്നിട്ടുണ്ട്. 10% എന്ന് പറയുമ്പോൾ 950. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സിൽ നിന്ന് ഈ 950 കുറച്ച് കാണിക്കണം. The next item, electricity charges paid in advance. ഇലക്ട്രിസിറ്റി ചാർജസ് നമുക്ക് തന്നിരിക്കുന്നത് 1700 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഡെബിറ്റ് സൈഡിൽ അത് എഴുതണം. അതിൽ നിന്ന് 200 കുറച്ചിട്ട് 1500 ഔട്ടർ കോളം. ഇനി അഡ്വാൻസ് ആയിട്ട് കൊടുത്തത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് നമുക്കിത് എൻറ്റർ ചെയ്യേണ്ടത്. ഇനി നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ